ഒന്നുകിൽ CPM-നെ രാജ്യത്ത് നിരോധിക്കണം, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുന്ന BJP-യെ നിരോധിക്കണം. കഷ്ടകാലമെന്ന് പറയട്ടെ, എൻ്റെ ഈ രണ്ട് ആവശ്യങ്ങളും നിയമപരമായി നിലനിൽക്കുന്നതല്ല. മാത്രവുമല്ല, രണ്ടു കൂട്ടരും കൂടെ എന്നെ പഞ്ഞിക്കിടാനും സാധ്യതയുണ്ട്. ഞാൻ ഈ ആവശ്യം ഉന്നയിക്കാൻ കാരണം, ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും CPM BJP ഡീൽ എന്ന കനമുള്ള ആരോപണം കോൺഗ്രസ് ഉന്നയിക്കും. അതിപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പെന്നോ നിയമസഭാ തിരഞ്ഞെടുപ്പെന്നോ എന്നൊന്നും വേണ്ട. CPM BJP ഡീൽ എന്ന ടെംപ്ലേറ്റ് എടുത്ത് മുന്നോട്ട് വെക്കുക മാത്രമാണ് കോൺഗ്രസ് ചെയ്യുക. നമ്മൾ ആവശ്യപ്പെട്ടില്ലെങ്കിലും മസാല ദോശയ്ക്കൊപ്പം ഉഴുന്നുവട കൊണ്ടിരുന്ന വെയിറ്ററെ പോലെയാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ കോൺഗ്രസ് ടെംപ്ലേറ്റ്. CPM BJP ഡീൽ. ഉഴുന്നുവട വേണ്ടെന്ന് പറഞ്ഞാൽ വെയിറ്റർ വളരെ ഭവ്യതയോടെ അതെടുത്തു കൊണ്ടുപോകും. നമ്മൾ മസാല ദോശ കഴിച്ച് സംതൃപ്തിയോടെ മടങ്ങും. പക്ഷേ ഞാനീ പറഞ്ഞ ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, CPM BJP ഡീൽ എന്ന ടെംപ്ലേറ്റ്, അതെടുത്തു മാറ്റാനുള്ള ഭവ്യതയോ രാഷ്ട്രീയ ശരിമയോ കോൺഗ്രസ്സിന് ഇല്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയും വരെ നമ്മളുടെയൊക്കെ മുന്നിൽ ആ ടെംപ്ലേറ്റ് തെളിഞ്ഞു തന്നെ നിൽക്കും. കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ച് അവരുടെ വിഭവങ്ങളിലെ ഏറ്റവും രുചികരമായ ഒരു മാസ്റ്റർ പീസ് ഐറ്റമാണ് CPM BJP ഡീൽ എന്ന വാർത്തയും അനുബന്ധ വാർത്തകളും. ന്യൂസ് ലാബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CPM BJP ഡീൽ എന്ന ആരോപണം കോൺഗ്രസ് സജീവമായി തന്നെ നിലനിർത്തുന്നുണ്ടായിരുന്നു. പാലക്കാട് പോലെയുള്ള 10ഓളം മണ്ഡലങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഈ ഡീൽ ആരോപണം ഉന്നയിക്കുന്നത്. ഡീൽ 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 എന്ന് പറയുകയല്ലാതെ തെളിവില്ലാത്ത സംഗതിയാണ് ഈ വാചക സർക്കസ്. അതിപ്പോൾ വാർഡ് പ്രസിഡന്റ് മുതൽ പ്രതിപക്ഷ നേതാവിന് വരെ ആരെയും ഭയക്കാതെ ചറപറ ഉന്നയിക്കാൻ കഴിയും ഈ ആരോപണം. ഒരു നിലയ്ക്കും സതീശനും സംഘവും ഈ പണി നിർത്തുന്നില്ലല്ലോ എന്ന് തോന്നിയതിനാലാവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ഉച്ചയോടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത്. പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമായ പറവൂരിൽ 2006 RSS നടത്തിയ ഗോൾവർക്കർ ജന്മശതാബ്ദി ആഘോഷ ചടങ്ങിൽ സതീശൻ കുനിഞ്ഞു നിന്ന് വിളക്ക് കൊളുത്തിയ കാര്യം വിശദമാക്കുന്നതായിരുന്നു പിണറായിയുടെ പോസ്റ്റ്. 2006 പറവൂരിലെ ഡീൽ എന്തായിരുന്നുവെന്ന് ഇനിയെങ്കിലും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പിണറായിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒട്ടും വിട്ടുകൊടുത്തില്ല. RSSനെ പ്രതിരോധിച്ചത് CPM ആണെന്നും അതിൽ കോൺഗ്രസിന് ഒരു പങ്കുമില്ലെന്നുള്ള പിണറായി വിജയൻ്റെ നിരന്തരമുള്ള പ്രസ്താവന ചരിത്രമറിയുന്ന കേരള ജനത അവജ്ഞയോടെ തള്ളിക്കളയും. കാരണം ലക്ഷണമൊത്ത RSS ഏജന്റ് പിണറായി വിജയനാണ്. ഇങ്ങനെ തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് CPM RSSുമായി പല ഘട്ടങ്ങളിലും ഒരുമിച്ച് ചേർന്നിട്ടുണ്ടെന്ന് ആവർത്തിച്ചാരോപിച്ചു. ഓരോ ഖണ്ഡിക അവസാനിക്കുമ്പോഴും അത് ചെയ്തത് പിണറായി വിജയനാണ്, VD സതീശനല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ഒട്ടും വിട്ടുകൊടുക്കാൻ പിണറായി വിജയനും തയ്യാറായില്ല. 2-3 മണിക്കൂറിനകം പിണറായിയുടെ മറുപടി പോസ്റ്റ് FBയിൽ പ്രത്യക്ഷപ്പെട്ടു. 2022 ജൂലൈ 14 നിയമസഭയിൽ സംസാരിച്ച വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടായിരുന്നു മറുപടി. അതായത് സതീശനും സംഘവും കാലങ്ങളായി പറഞ്ഞു നടന്ന നുണകളെ ഓരോന്നും അക്കമിട്ട് പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി മറുപടി നൽകിയത്. RSS ബാന്ധവത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. സർ, ആരാണ് കേരള രാഷ്ട്രീയത്തിൽ RSSനോടൊപ്പം ഇങ്ങനെ ഒട്ടി നിന്നത്? 1960 തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം എടുക്കുക. കാരണം 57 ആദ്യ തെരഞ്ഞെടുപ്പ്, ആ ഗവൺമെൻറ് അട്ടിമറിക്കപ്പെട്ടു. പിന്നെ നടന്ന തെരഞ്ഞെടുപ്പാണ് 60. ആ തെരഞ്ഞെടുപ്പിൽ നടന്ന കാര്യം, അന്ന് ജനസംഘം വലിയ തോതിൽ വർഗീയ പ്രചരണങ്ങൾക്ക് കോപ്പ് കൂട്ടുന്ന കാലമാണ്. കൂടുതൽ സാധ്യതയുള്ള 4 അസംബ്ലി സീറ്റുകളിൽ മത്സരിക്കാനാണ് ജനസംഘം ആദ്യം തീരുമാനിച്ചത്. ആദ്യത്തെ മണ്ഡലം കോഴിക്കോട്, രണ്ടാമത്തേത് തൃശ്ശൂർ ജില്ലയിലെ അണ്ടത്തോട്, മൂന്നാമത്തേത് ഗുരുവായൂർ, 4ാമത്തെ മണ്ഡലം EMS മത്സരിക്കുന്ന പട്ടാമ്പി. സർ, പട്ടാമ്പിയിൽ P മാധവമേനോനെ മത്സരിപ്പിക്കാനാണ് ജനസംഘം തീരുമാനിച്ചത്. പത്രികാ സമർപ്പണം കഴിഞ്ഞു, സജീവമായ പ്രചരണവും തുടങ്ങി. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ജനസംഘം മത്സര രംഗത്ത് നിന്ന് പിന്മാറി. EMSനെ തോൽപ്പിക്കാൻ കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പ് സഹകരണം.
ജനസംഘം മത്സരരംഗത്തുണ്ടായാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കും എന്ന പേടിയായിരുന്നു അന്ന് കോൺഗ്രസിന്. അന്ന് ജനസംഘം പരസ്യമായാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിയത്. EMSനെ തോൽപ്പിക്കാൻ കോൺഗ്രസുമായി സഹകരിക്കും എന്നാണ് ജനസംഘം തുറന്നു തന്നെ പറഞ്ഞത്. സർ, കോൺഗ്രസ് നേതാവ് A. രാഘവൻ നായരായിരുന്നു അന്ന് കോൺഗ്രസ് ലീഗ് PSP സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി. ദേശീയ നേതാക്കൾ ഉൾപ്പെടെ എത്തി അന്ന് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പട്ടാമ്പിയിൽ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. അന്ന് പട്ടാമ്പിയിൽ തെരഞ്ഞെടുപ്പ് ജനസംഘം നേതാവ് ദീനദയാൽ ഉപാധ്യായ വന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് തേടുന്ന സ്ഥിതിയുണ്ടായി. പരസ്യമായ ജനസംഘം ബന്ധം കൊണ്ടു കോൺഗ്രസിന് പക്ഷേ രക്ഷപ്പെടാനൊന്നും കഴിഞ്ഞില്ല. അവിടെ 7322 വോട്ടുകൾക്കാണ് സഖാവ് EMS അവിടെ വിജയിച്ചത്. ഇന്നു പകൽ 11:42 ബിഗ് ടിവിയിൽ അതിഥിയായി VD സതീശൻ പ്രത്യക്ഷപ്പെട്ടു. ആങ്കർ ഡയസിൽ SP ജയകുമാറും ജോഷി കുര്യനും. ഏതാണ്ട് അരമണിക്കൂർ നീണ്ടുനിന്ന തത്സമയ അഭിമുഖമായിരുന്നു അത്. തുടക്കം തന്നെ താനും RSSും തമ്മിൽ കടുത്ത ശത്രുതയെന്ന് സ്ഥാപിക്കാനായിരുന്നു സതീശന്റെ ശ്രമം. എന്നാൽ സതീശൻ RSS പിന്തുണ തേടിയെന്ന് RV ബാബു നേരത്തെ നടത്തിയ പ്രസ്താവനയ്ക്കുള്ള മറുപടി രസകരമായിരുന്നു. വ്യക്തിവിരോധം തീർക്കാനുള്ള പ്രചാരണമാണ് ബാബു നടത്തുന്നത് എന്നായിരുന്നു സതീശന്റെ മറുപടി. അതായത് സതീശൻ RSS ഡീൽ എന്ന ആരോപണത്തിന് എത്ര സിമ്പിളായ മറുപടി. പിന്നെ താൻ നടത്തിയത് സംവാദമാണ്, മതരാഷ്ട്രവാദവും മുന്നണി രാഷ്ട്രീയവും എന്നതായിരുന്നു വിഷയം. ഇവിടെ വലിയ സംഭവം എന്ന നിലയ്ക്ക് VD സതീശൻ ഒരു വിഷയം ഉന്നയിക്കുന്നുണ്ട്. 2006 ഫെബ്രുവരിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് താൻ ഗോൾവാൾക്കറുടെ പരിപാടിയിൽ പങ്കെടുത്തത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അത് പച്ചക്കള്ളമാണ്. മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് പച്ചക്കള്ളമാണ്. 2006 താൻ ജയിച്ചു വന്ന ശേഷം ഡിസംബറിലാണ് ആ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത്. തൻ്റെ കയ്യിൽ അതിൻ്റെ നോട്ടീസ് ഉണ്ടെന്ന് പോലും സതീശൻ അവകാശപ്പെട്ടു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ എവിടെയാണ് വണങ്ങുന്നത്? ഞാൻ ആ പരിപാടി ഉദ്ഘാടനം ചെയ്തു, ഒരു സംവാദം ഉദ്ഘാടനം ചെയ്തു. സംവാദം. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു പച്ചക്കള്ളമുണ്ട് മുഖ്യമന്ത്രി. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് ഫെബ്രുവരിയിലാണെന്ന്. അല്ല, അത് 2006 പച്ചക്കള്ളമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. 2006 ഞാൻ ജയിച്ചു വന്നതിന് ശേഷം ഡിസംബർ മാസത്തിലാണ്, 2006 ഏപ്രിൽ മാസത്തിലാണ് ഇലക്ഷൻ. അദ്ദേഹം ഫെബ്രുവരിയിലാണെന്ന് പറഞ്ഞത്. എൻ്റെ അടുത്ത് ആ നോട്ടീസ് വരെ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. ആ സംവാദത്തിൻ്റെ നോട്ടീസ്. സംവാദമാണ്. സത്യത്തിൽ ഇത് കേട്ട് പിണറായി ചമ്മിപ്പോകാൻ സാധ്യതയുണ്ട്. സതീശന്റെ അഭിമുഖം ബിഗ് ടിവിയിൽ തുടരുകയാണ്. 1977 RSS പിന്തുണയോടെ നിയമസഭയിലേക്ക് ജയിച്ചു വന്നയാളാണല്ലോ എന്ന വാദമാണ് പിണറായിക്കെതിരെ സതീശൻ വീണ്ടും ഉയർത്തുന്നത്. മുഖ്യമന്ത്രി 77 RSSന്റെ പിന്തുണയോടുകൂടി നിയമസഭയിലേക്ക് ജയിച്ചു വന്ന ആളാണല്ലോ, സംശയമില്ലല്ലോ. ഞാനിട്ട പടങ്ങൾ കണ്ടല്ലോ. KG മാരാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുമിച്ച് ഒരേ സദസ്സിൽ പങ്കെടുത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള ആളാണ് മുഖ്യമന്ത്രി. ഇതിനുള്ള മറുപടി ഇന്നലെ തന്നെ പിണറായി വിജയൻ നല്ല വൃത്തിയായും വെടിപ്പായും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സതീശൻ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ അതാരും സതീശന് പറഞ്ഞു കൊടുത്തിട്ടുമില്ല എന്ന് വേണം കരുതാൻ. ഇന്ന് സതീശൻ പറഞ്ഞ ആരോപണത്തിന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി ഏതാണ്ട് ഈ വിധമായിരുന്നു. സർ, ഇവിടെ 1977 തെരഞ്ഞെടുപ്പിൽ RSSന്റെ വോട്ട് വാങ്ങിയാണ് ഞാൻ നിയമസഭയിൽ എത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതായിട്ട് കേട്ടു. സർ, നിയമസഭയിൽ എത്തിയത് 77 അതിനും 7 വർഷം മുൻപാണ്. അന്ന് കോൺഗ്രസിനെയും ജനസംഘത്തെയും എല്ലാം പരാജയപ്പെടുത്തിയാണ് കൂത്തുറവ് മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 77 ഞാൻ മത്സരിച്ചത് കൂത്തുപറമ്പിലാണ്. തലശ്ശേരി കലാപത്തിലെ ഏക രക്തസാക്ഷി UK കുഞ്ഞിരാമൻ്റെ നാടാണ് കൂത്തുപറമ്പ്. UK കുഞ്ഞിരാമനെ കൊന്നത് 1972 ജനുവരിയിലാണ്. RSS ഏറ്റവും കടുത്ത ശത്രുവായി CPMനെ അന്നും ഇന്നും കാണുന്ന നാടാണത് എന്നത് അവരില്ലെങ്കിലും ഒരറിവിന് വേണ്ടി പറഞ്ഞു വെക്കണം. SDPI, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയവയൊക്കെ സതീശൻ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അതിനിടെ PDPയെയും വെറുതെ വിട്ടില്ല. PDP മതേതര പാർട്ടിയാണോ? പറ, PDP മതേതര പാർട്ടിയാണോ? സതീശൻ ചോദ്യം ആവർത്തിക്കുന്നു. എങ്കിലും ഞാൻ പറയുന്നു, PDP മതേതര പാർട്ടിയാണ്. RSSനെ നേർക്ക് നേർ നേരിടാൻ
ISS അഥവാ ഇസ്ലാമിക് സേവക് സംഘ് എന്ന പേരിൽ സംഘടന രൂപീകരിച്ച് തീവ്ര ഇസ്ലാമിസ്റ്റ് ആശയപ്രചാരണം സംഘടിപ്പിച്ച ആളാണ് അബ്ദുൽ നാസർ മഅദനി. അതിന് അക്കാലത്ത് വലിയ സ്വാധീനം മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു എന്നതും നേരാണ്. പക്ഷേ പിന്നീടൊരിക്കൽ സ്വത്വ രാഷ്ട്രീയത്തെ മഅദനി പൂർണ്ണമായും തള്ളിപ്പറയുകയും ISS എന്ന സംഘടന തന്നെ പിരിച്ചുവിടുകയും ചെയ്തു. അതിനുശേഷം 1993 അവർണൻ അധികാരം, പീഡിതർക്ക് മോചനം എന്ന മുദ്രാവാക്യം ഉയർത്തി ദലിത്, പിന്നാക്ക, മുസ്ലിം രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന PDP രൂപീകരിച്ചു. ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം നൽകുന്ന വെൽഫെയർ പാർട്ടി പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല PDP. ഇത് ഇനിയെങ്കിലും സതീശൻ മനസ്സിലാക്കണം. PDP വർഗീയ പാർട്ടി എന്ന് പറയുന്ന എല്ലാവരും ഇക്കാര്യം മനസ്സിലാക്കണം. പിണറായി വിജയനും അബ്ദുൽ നാസർ മഅദനിയും വേദി പങ്കെടുത്തതുമൊക്കെ ഈ സാഹചര്യത്തിലാണ്. രാഷ്ട്രീയ വിദ്യാർത്ഥികളും മാധ്യമ പ്രവർത്തകരുമൊക്കെ മറന്നു പോകരുതാത്ത രാഷ്ട്രീയ പാഠങ്ങളാണ് ഇവയൊക്കെ. പട്ടാമ്പിയിൽ EMSനെ തോൽപ്പിക്കാൻ ദീൻദയാൽ ഉപാധ്യായ വന്ന കാര്യം വിജയകുമാർ ചോദിക്കുമ്പോൾ അരിയത്ര പയറഞ്ഞാഴി എന്ന മറുപടി കൊടുക്കുന്നുണ്ട് സതീശൻ. 1975 ഈ രാജ്യം കടന്നുപോയ അടിയന്തരാവസ്ഥയെന്ന അർദ്ധ ഫാസിസ്റ്റ് അവസ്ഥയെക്കുറിച്ച് സതീശന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. വിജയകുമാർ തിരിച്ചും മറിച്ചും ചോദിക്കുമ്പോൾ ഞങ്ങൾ ആരും ഒരിക്കലും RSSന്റെ കൂടെ കൂടിയിട്ടില്ല എന്ന് പറഞ്ഞ് സിമ്പിളായി തടിയുരുകയാണ് സതീശൻ. കോലിബി എന്നത് ക്യാപ്സ്യൂളാണത്രേ. കഥയറിയാതെ ആട്ടം കണ്ടുകൊണ്ടിരുന്ന ജോഷി കുര്യൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് CPM BJP ഡീലിന് നേതൃത്വം വഹിക്കുന്നത് മുഖ്യമന്ത്രിയല്ലേ എന്ന് ചോദിക്കുന്നു. അങ്ങനെ കുറച്ചു നേരം മുഖ്യമന്ത്രിയെ പ്രാകാനും പള്ളു പറയാനും പഴി പറയാനും അവസരമൊരുക്കി കൊടുത്തു. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണെന്നും CPM പിണറായി വിജയന്റെ ഏകാധിപത്യത്തിൽ വീർപ്പുമുട്ടുന്ന പാർട്ടിയാണെന്നും അദ്ദേഹത്തെ എതിർത്തവരെയൊക്കെ പുറത്താക്കിയിട്ടില്ലേ എന്നുമൊക്കെ സതീശൻ ചോദിക്കുന്നുണ്ട്. ഇൻ്റർവ്യൂ ചെയ്യുന്നവർക്ക് അക്കാര്യത്തിൽ മറു ചോദ്യവുമില്ല. സത്യത്തിൽ പിണറായി വിജയൻ CPMൽ നിന്ന് പുറത്താക്കിയ എത്ര പേരുണ്ട് കേരളത്തിൽ? ആകെ ഒരു ആശ്വാസം, നേരത്തെ പറഞ്ഞ 100 സീറ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയ സതീശൻ തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് വ്യക്തമാക്കി എന്നതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. സതീശനും കോൺഗ്രസ് നേതാക്കളും പുട്ടിന് പീരെ എന്ന പോലെ പറയുന്ന CPM BJP ഡീൽ എന്ന ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, അത് ന്യൂനപക്ഷ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ളതാണെന്ന് രാഷ്ട്രീയം സീരിയസ് ആയി കാണുന്നവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്ന ഒന്നാണ്. അത് കൂടുതൽ പേർ മനസ്സിലാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ജയത്തിനും തോൽവിക്കും അപ്പുറം കേരളം ഒരു മതേതര സമൂഹമായി എക്കാലവും നിലനിൽക്കണം എന്നാണ് സാമൂഹിക ഉത്തരവാദിത്തമുള്ള ഓരോ മലയാളിയും ചിന്തിക്കുന്നത്. ന്യൂസ് ലാബ് പൂർണ്ണമാകുന്നു. എതിർ അഭിപ്രായങ്ങളുള്ളവർ കമൻറ്റ് ബോക്സിൽ അത് പങ്കുവെക്കണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.